ഈശോ മിശിഹായിൽ ഒത്തിരി വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് സമൃദ്ധമായി ഉണ്ടാകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ ഒരു യാത്രയിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അഭിഷേകവും പ്രത്യേകമാം വിധം നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ജീവിത മാതൃക പിൻചൊല്ലുന്ന ഓരോരുത്തരും നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ 2-3 ദിവസങ്ങളിലായിട്ട് ധ്യാനിച്ചു വരികയാണല്ലോ. ആത്മാവിൽ നിറഞ്ഞ ഈശോ എന്താണ് നിർവഹിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞത് നമ്മൾ ഓർമ്മയിലുണ്ട്. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് ആ വചനം. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു ചിന്ത ഇതാണ്: കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കൃപാവത്സരമെന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുക. കൃപാവത്സരം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യമുള്ള ഒരു കാലഘട്ടമെന്നാണ്. അതിനുമപ്പുറത്തേക്ക് നമ്മൾ ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത യഥാർത്ഥത്തിൽ ഈശോ പഠിപ്പിച്ച അതിശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ആ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാരംഭിക്കുന്ന ആ പ്രാർത്ഥന. അതാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇടയിൽ സംജാതമാകേണ്ട ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ കാഴ്ചപ്പാട് അതാണ്. യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ്: സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നാണ് പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം. അതായത് ദൈവത്തിൻ്റെ നിറസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് പുത്രനിലൂടെ സംജാതമായി പുത്രൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ദൈവരാജ്യത്തെ ഇറക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു സാന്നിധ്യം നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. നമുക്ക് ഈ കാലഘട്ടം പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്കറിയാം ദിവ്യകാരുണ്യമായ ഈശോയുടെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്കറിയാം. ദൈവരാജ്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുന്നത് ഇങ്ങനെയാണല്ലോ: ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല. റോമക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനമാണ്: ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളിന്ന് ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന മാതൃക ഇതാണ്: ഈ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി മാറുക. ആദ്യത്തേത് ദൈവരാജ്യത്തിൽ വസിക്കുന്നവരാവുക, രണ്ടാമത്തേത് ദൈവരാജ്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരാവുക. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളിടത്ത് മാത്രമേ അത് സാധ്യമാകൂ എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ റൂഹായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, എന്നാൽ നീതി സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന് ഇന്നേ ദിവസം അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണല്ലോ. ആ അനുഭവം ഞങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ ഓ പരിശുദ്ധ റൂഹായെ ഞങ്ങളിൽ കൃപ വർഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.